ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ റെപ്റ്റൈൽ പാർക്കിൽ പോകണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളവിടെ പോയി ഒരു വീക്കെൻഡിൽ. പോയിട്ടുള്ളവർ പറഞ്ഞത് അവിടെ ഭയങ്കര നാറ്റമാണ്, ഒരു ക്ലീൻലിനെസ് ഇല്ല, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് റെപ്റ്റൈൽസും സ്നേക്കും മാത്രമല്ല, വലിയ ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കേജിനകത്താണ്. ഒരു നേച്ചർ റിസർവിൽ പോവുകയാണെങ്കിൽ അതൊക്കെ ഓപ്പൺ ഏരിയയിലല്ലേ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ പാർക്കായതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡ് എൻക്ലോഷേഴ്സ് ആയിരുന്നു, എല്ലാം ക്ലോസ് കേജസിനകത്തായിരുന്നു. റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ പല ടൈപ്പ് ഓഫ് ടേർട്ടിൽസ്, ടോട്ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ലിസാർഡ്സ്, ഒത്തിരി സ്നേക്സ്, കോബ്ര, പൈത്തൺ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള ക്രോക്കഡൈൽസ് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. നാട്ടിലത്തെ ഞാൻ ഒരു റെപ്റ്റൈൽ പാർക്കിൽ പോയിട്ടുണ്ട്. അവിടെയാണ് ഈ ടോട്ടോയ്സും ടേർട്ടിൽസും ഒക്കെ ഭയങ്കര ചെറുതാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പം നമ്മളത്രയൊക്കെ ഏകദേശം വലുപ്പമുള്ള സാധനം ഇരിക്കുന്നു അവിടെ. അതുപോലെ തന്നെ വേറെ പല ടൈപ്പ് ഓഫ് ആനിമൽസ് ഉണ്ടായിരുന്നു ഇവിടെ. മങ്കീസ്, പിന്നെ അതുപോലെ സെർവല്, ഫോക്സ്, മീർ ക്യാറ്റ്സ്, ഈഗിൾ ഉണ്ടായിരുന്നു, പാരറ്റ്, ഔൾസ്, പിന്നെ ഹെഡ്ജ് ഹോഗ്സ്, ഗിനി പിഗ്സ്. ഇവിടെ ആദ്യം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ റെപ്റ്റൈൽസ് മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ ലയണസ്, ടൈഗർ, അതും ബംഗാൾ ടൈഗർ വരെ ഉണ്ടായിരുന്നു, ചീറ്റ, ജാഗ്വാർ എന്ന് വേണ്ട അങ്ങനത്തെ വലിയ ആനിമൽസും ഇവിടെ ഇങ്ങനെ കേജിനകത്ത് ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ വേറൊരു ഏരിയ പോയപ്പോൾ അവിടെ പീകോക്സ് ഉണ്ടായിരുന്നു. ഈ സ്നേക്സിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഫുള്ളിങ്ങനെ അധികം ലൈറ്റൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പാമ്പിനെയൊക്കെ കണ്ടുപിടിക്കാൻ. എല്ലാം പാത്തിരിക്കുമായിരിക്കുമല്ലോ. പിന്നെ അവിടെ അതിന് വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പ്, വെള്ളം, ഹീറ്റർ വരെ, ലൈറ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത്. എല്ലാ പാമ്പിൻ്റെയും ആ ഒരു ഫ്രണ്ടിൽ അതിൻ്റെ പേരും അതിൻ്റെ ഡേഞ്ചറസ് ആണോ അല്ലയോ, വെനമസ് ആണോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതെന്തോ കഴിക്കുന്നത്, അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പാമ്പിൻ്റെ അടുത്ത്. ചില കേജസിനകത്ത് പാമ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ കുറേയൊക്കെ കിടക്കുകയും പിന്നെ ചിലതൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു അത്യാവശ്യം. ഞങ്ങളുടെ സെയിം ടൈമിൽ ഇവിടെ എൻ്റർ ചെയ്തൊരു പുള്ളി ഫാമിലി ഉണ്ടായിരുന്നു. ആ പുള്ളിയാണെങ്കിൽ എല്ലാ ആനിമൽസിനെയും ഭയങ്കര പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പിലായിരുന്നു. ഇപ്പോൾ പാമ്പാണേലും മങ്കീസ് ആണേലും എല്ലാത്തിനെയും പുള്ളിക്ക് ഇങ്ങനെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് അറിയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരും. പോരാഞ്ഞിട്ട് അതിനെ ഇരുന്ന് പ്രൊവോക്ക് ചെയ്യാനുള്ള ഫയലായിരുന്നു. പ്രതീക്ഷിക്കാതെ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് ലയനസിനെയൊക്കെ നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാർട്ട് ഹഡ്ഡിസ്ഫോർഡ് ഡാമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ. പക്ഷേ ആ ഡാം കാണുകയും ചെയ്യാം. ഒരു അങ്ങേയറ്റത്ത് ഒരു ഇരുന്ന് കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് ഡാമിൻ്റെ ആ ഒരു ഏരിയയിലാണ്. അപ്പം നമുക്ക് നല്ല കാറ്റൊക്കെ ആയിരുന്നു അവിടെ. നല്ല സുഖമായിരുന്നു അവിടെ ഇരിക്കാൻ. ഭയങ്കര വെയിലായിരുന്നു, അത് വേറെ കാര്യം. ആ നടത്തമൊക്കെ കഴിഞ്ഞ് വേറൊരു ഏരിയയിൽ വന്നപ്പോൾ കുറേ ഗിനി പിഗ്സിനെ കണ്ടു. എനിക്കിതിനെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഒരു റാബിറ്റിനെ പോലൊക്കെ ഉണ്ട് എനിക്കത് കാണുമ്പോൾ. ഗിനി പിഗ് എന്ന് പറയുന്ന പേര് ആ ഒരു ആനിമലിന് മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബംഗാൾ ടൈഗർ ഇവിടെ ഇരിക്കുന്നു. അതിനെ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. ചീറ്റയ്ക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് തോന്നുന്നു. ഉച്ചയായതുകൊണ്ട് വെയിലൊക്കെ അടിച്ചിട്ട്, അതോ ഫുഡ് കിട്ടാൻ തങ്ങന്നിരിക്കുകയാണെന്നും അറിയത്തില്ല. ഇടയ്ക്കെപ്പോഴോ സ്ക്വിരലിനെ കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് പോയി. സെർവൽ എന്ന് പറയുന്ന ആനിമൽ, അതിൻ്റെ ലുക്ക് കണ്ടാൽ ഒരു പൂച്ചയുടെ മുഖവും ചീറ്റയുടെ ദേഹവും അതിൻ്റെ ഒരു ഡിസൈൻ, അതിൻ്റെ ചെറിയ വേർഷൻ, അങ്ങനത്തെ ഒരു മിക്സ് പോലെ എനിക്കതിനെ കണ്ടപ്പോൾ തോന്നി. ഈ ഒരു ഏരിയയിലോട്ട് ഞങ്ങൾ ലൈനിനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇവിടെ ഡാം കണ്ടു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇതൊക്കെ നടന്നു പോയി. ഹഡ്ഡിസ്ഫോർഡ് ഡാമാണിത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് റെപ്റ്റൈൽ പാർക്കെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഡാം ഇങ്ങനെ കാണാൻ പറ്റും. അതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും ഇടയ്ക്കൊക്കെ ലൈക്ക് ഇങ്ങനെ അതിൽ പോകുമ്പോൾ മൊത്തം പായലായിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ പായൽ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 90% ക്ലീനാണെന്ന് തോന്നുന്നു.
പീക്കോക്കിനെ കണ്ടപ്പോൾ ഞാനൊന്ന് എക്സൈറ്റഡ് ആയെങ്കിലും അതൊരു മൈൻഡും കാണിക്കാതെ പുറം തിരിഞ്ഞങ്ങ് നിൽക്കുമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തത് തിരിയും അതിൻ്റെ ബ്യൂട്ടി കാണാമെന്ന്, പക്ഷെ തിരിഞ്ഞില്ല. അതേ കൂട്ടി തന്നെ വേറെ 2 ബേഡ്സിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടങ്ങ് പോയി. അതിൻ്റെ തന്നെയൊക്കെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല ഇതിൻ്റെ പേര്, മറന്നുപോയി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വന്നപ്പോഴേക്ക് പീക്കോക്ക് സെറ്റിലായി. ജാഗ്വാറിൻ്റെ വണ്ടി മാത്രം ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് റോഡിൽ കൂടെ പോകുന്നത്, പക്ഷേ ഈ ആനിമലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നാട്ടിലൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചീറ്റയുടെയും ജാഗ്വാറിൻ്റെയും അതിൻ്റെ ദേഹത്തെ ഡിസൈന് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അത് വെച്ചിട്ടായിരിക്കും അതിനെ തരംതിരിച്ചറിയുന്നത് ചീറ്റയാണോ അതോ ജാഗ്വാറാണോ എന്ന്. ഇന്നത്തെ വീഡിയോ ഒരു വൈൽഡ് ലൈഫ് പ്രേമികൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് ആനിമൽസിന് ഇഷ്ടമുള്ളവരൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിനേക്കാൾ അപ്പുറം ഇഷ്ടംപോലെ സ്നേക്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിനെയൊന്നും നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞാലും ഒരുപോലെ അല്ല. പിന്നെ അതിൻ്റെ ആ കറക്റ്റ് ഇരിപ്പും കിടപ്പും ശരിയാകാത്ത കാരണവും പിന്നെ പാമ്പിനെ കാണിച്ച് എല്ലാവരെയും പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അധികമൊന്നും ഇട്ടിട്ടില്ല. അവരവിടെ അനൗൺസ് ചെയ്തായിരുന്നു സ്നേക്കിൻ്റെ ഷോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് കാണാൻ പോയി വേഗം. അന്നേരത്തെ വീഡിയോ ആണത്. ഏറ്റവും ലാസ്റ്റിലത്തെ സ്നേക്കിനെ നമുക്ക് തൊടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും വേഗം ചാടിക്കയറി അതിനെ തൊടാൻ വേണ്ടിയിട്ട് പോയി. പാമ്പുകളെ പൊതുവെ പേടിയാണേലും തൊടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് അതിനെ ഒന്ന് തൊട്ടാൽ മതിയെന്നാണ് പറഞ്ഞത്, ഒന്ന് തലോടി, അല്ലാതെ പിഞ്ചി ഒന്നും ചെയ്യരുത്. അപ്പോൾ ഏതായാലും പെടലിക്ക് പാമ്പിനെ ഇടാഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ ഞാനും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.